ഹേ ഗായ്സ്, നമുക്ക് ഇന്ന് കുരുമുളക് പൊട്ടിച്ച് ഉണക്കുന്ന രീതി നമുക്ക് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് പറമ്പിലേക്ക് പോകാം. കവുങ്ങും പറമ്പിലാണ് നമ്മൾ കുരുമുളക് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കവുങ്ങും നമ്മൾ കുരുമുളക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊട്ടിക്കുന്ന രീതി നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ആൾക്കാർ ഇത് കവുങ്ങുമ്മ കയറിയിട്ടുണ്ട്. അതിന് പൈപ്പൊക്കെ വെച്ചിട്ടൊക്കെ നമ്മൾ കയറണത്. കോണി വെച്ച് കയറണ പോലത്തെ പൈപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൽ കയറണു. അവർ ബാക്കിൽ മുണ്ട്, നമ്മൾ കുറേ പേർക്കൊക്കെ അറിയാം, മുണ്ട് ബാക്കിൽ കെട്ടിയിട്ട് അവർ പൊട്ടിച്ച് മുണ്ടിലേക്കിടും. എന്നിട്ട് താഴോട്ട് വന്ന് നമുക്ക് ചാക്കിലാക്കാണ് പതിവ്. അപ്പോൾ അത് പൊട്ടിക്കുന്ന രീതിയാണ് അവർ നമ്മൾ കാണുന്നത്. കണ്ടോ, അങ്ങനെ ഇത്രയും ഹൈറ്റിലാണ് ഇത്. ഇപ്പോൾ ഡബിളായിട്ടാണ് നമ്മളിതിനെ ഹൈറ്റിൽ കെട്ടിയിട്ട് നമ്മളത് പൊട്ടിച്ചിടുന്നത്. അപ്പോൾ അത് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ചാക്കുന്ന അത് ഇല മാറ്റിയിട്ട് നമ്മളിത് ഒരു മെഷീനിലിടാണ്. അത് മെഷീൻ നിങ്ങൾക്ക് അവൈലബിളാണ്. അതിൻ്റെ താഴെ അതിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് ഫോൺ നമ്പറായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ അതുകൊണ്ട് ഇല പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ ഇലകളൊക്കെ കാണും. ആ ഇലകളൊക്കെ നമുക്ക് തരംതിരിക്കുക. ഇതാണ് അതിൻ്റെ മെഷീൻ. കണ്ടോ, ആ മെഷീനിൽ നമ്മൾ ഈ കുരുമുളക് പൊട്ടിച്ചത് അതും ഇടുമ്പോൾ അതിൻ്റെ കോച്ചയും എല്ലാം വേർതിരിച്ച് മണി മാത്രമായിട്ടാണ് നമുക്ക് പാത്രത്തിലേക്ക് വീഴുന്നത്. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ചെയ്യും. എല്ലാ വർഷവും നമ്മൾ ചവിട്ടി മെതിക്കാറാണ് പതിവ്. ഇപ്രാവശ്യം പുതിയതായിട്ട് നമ്മൾ മേടിച്ച മെഷീനാണ്. അപ്പോൾ ഞങ്ങൾക്കിത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഉപയോഗമുണ്ട് ഇതുകൊണ്ട്. കാരണം അത് പെട്ടെന്ന് പരിപാടി നടക്കും. ഈ ചവിട്ടി മെതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം സമയങ്ങളാണ് പോവുക. ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ മെഷീൻ എല്ലാ പരിപാടിയും ചെന്ന് ചേറലും വേണ്ട, ഒന്നും വേണ്ട, മണിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അതിൻ്റെ കൊതുമ്പുകൾ ഇത് കണ്ട, അതിൻ്റെ കോലുകളും ഇതൊക്കെ ബാക്കിലേക്ക് വരും. ഇത് കണ്ട, ചണ്ട് പോലെ. അത് നമുക്കൊരു പാത്രത്തിലാക്കാം. അതിൽ വലിയ മണികളൊന്നും തീരെ കാണില്ല, മിക്കവാറും 1-2 മണികളെ കാണുള്ളൂ. എന്നാലും എന്തൊരു എളുപ്പമാണല്ലേ ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ. അപ്പോൾ അതെ, നമുക്കത് വെയിലത്ത് ഉണക്കാനിടുകയാണ്. ഷീറ്റൊക്കെ വിരിച്ചിട്ട് നമ്മളിങ്ങനെ ഉണക്കാറാണ് പതിവ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആവശ്യക്കാർക്ക് ഉപയോഗം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇട്ടാലും അത് എടുത്ത് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഷീറ്റ് തന്നെ ഒന്ന് മടക്കി വയ്ക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും പിറ്റേന്ന് നമുക്ക് തുറന്ന് വയ്ക്കുക. ഇപ്പോൾ നല്ല വെയിലൊക്കെ തന്നെയല്ലേ. അപ്പോൾ അതിങ്ങനെ പരത്തിയിടുക. വേണ്ട, ഓരോ പ്രോസസ്സാണ് അതിൻ്റെ ഇത്. വേണ്ട, ഇത് 2ാം തരത്തിലായിട്ട് വരും. കുറച്ചൊരു ഉണക്കം കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്തത് ഫുള്ളായി ഉണങ്ങിയിട്ടുള്ളതാണ്. കണ്ടോ, ഫുള്ളായി ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ കൊല്ലവും നമ്മൾക്കും ചെയ്യാറുണ്ട്. കുരുമുളക് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.